കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ്. സെൻസിറ്റീവ് മണ്ഡലം എന്നൊക്കെ പറയുന്നത് പോലെയാണ് അത്. മാത്രമല്ല, കേരളത്തിന്റെ ഭരണസിരാകേന്ദ്രങ്ങളും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലും ഒക്കെ അവിടെയാണ്. എങ്കിലും ആ മണ്ഡലത്തിന്റെ മനസ്സ് കണ്ടെത്താൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരമസത്യം. കെ മുരളീധരൻ എന്ന ഒരു കോൺഗ്രസ് നേതാവ് മാത്രം എന്തുകൊണ്ടും ജയിക്കുമെന്ന് രാഷ്ട്രീയ ഭേദമന്യേ പറയുന്ന ഒരു മണ്ഡലം. പക്ഷേ കോൺഗ്രസിന് മുരളീധരൻ അല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പ് മുതൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുരളീധരൻ അല്ലാതെ മറ്റൊരാളെ കുറിച്ച് ആ പാർട്ടി ചിന്തിക്കുന്നും ഇല്ല. 2011 ആ മണ്ഡലം രൂപീകൃതമായ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ 3-ാം സ്ഥാനത്തെത്തിയ CPM മുരളീധരന്റെ പോക്കിന് ശേഷം 1-ാം സ്ഥാനത്ത് വന്നത് എന്തുകൊണ്ടെന്നും ചിന്തിക്കേണ്ടി വരും. എല്ലാം ഒത്തുനോക്കുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും ചാഞ്ഞു പോകാമെന്നുള്ളതാണ് വട്ടിയൂർക്കാവിന്റെ ഒരു കെമിസ്ട്രി. ആദ്യം തിരുവനന്തപുരം സെക്കൻഡ് എന്നും പിന്നീട് തിരുവനന്തപുരം നോർത്ത് എന്നും പറഞ്ഞിരുന്ന മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ചേർന്നതാണ് ഇന്നത്തെ വട്ടിയൂർക്കാവ്. 2011 മുതലാണ് ഈ മണ്ഡലം ഉണ്ടായത് തന്നെ. അതിനുശേഷം നടന്ന 3 പൊതു തെരഞ്ഞെടുപ്പിലും ഒരു ഉപതെരഞ്ഞെടുപ്പിലും കൂടി 2 തവണ കെ മുരളീധരനും VK പ്രശാന്തും ജയിച്ചു വന്നു. BJP എന്നാൽ ഏറ്റവും അവസാനം നടന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ 3-ാം സ്ഥാനത്താക്കി മുന്നേറി. ഒരിക്കലും മനസ്സ് വായിച്ചെടുക്കാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ VIP മണ്ഡലമായി അങ്ങനെ വട്ടിയൂർക്കാവ് മാറിയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 22ഓളം വരുന്ന വാർഡുകൾ ചേർന്നതാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. 16,000 വോട്ടുകൾക്ക് ജയിക്കുന്ന കോൺഗ്രസിലെ മുരളീധരനും 21,000 വോട്ടുകൾക്ക് ജയിക്കുന്ന CPMലെ VK പ്രശാന്തുമൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജയിച്ചു വരുന്നത് എന്ന് ചോദിച്ചാൽ അത് വ്യക്തിപ്രഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഹിന്ദുക്കൾക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ആ മണ്ഡലത്തിൽ നായർ സമുദായത്തിനാണ് കൂടുതൽ പ്രാതിനിധ്യം ഉള്ളത് എന്നുള്ളതും സത്യമാണ്. എങ്കിലും ജാതിമത വേലിക്കെട്ടുകൾക്കപ്പുറത്തെ ഒരു ജനസമ്മതി തന്നെയാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തെ വ്യത്യസ്തമാക്കുന്നതും വിധി നിർണയിക്കുന്നതും. അതുതന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളെ ഭയപ്പെടുത്തുന്നതും. ഏതായാലും മുരളീധരനോ പ്രശാന്തോ എന്നുള്ളതാണ് വട്ടിയൂർക്കാവിൽ നൽകേണ്ട ഉത്തരം. മത്സരിക്കില്ല എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും മുരളീധരൻ അല്ലാതെ മറ്റൊരാളെ കണ്ടെത്താനാകാതെ കോൺഗ്രസ് കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ഏതായാലും തലസ്ഥാനത്തിന്റെ തലസ്ഥാനമായി മാറിയ വട്ടിയൂർക്കാവ് ഒരു വെടിക്കെട്ടിന് തന്നെയാണ് കാത്തിരിക്കുന്നത്.